ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുത്തശ്ശിനോട് യാത്ര പറഞ്ഞ് അലീന ബാഗും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്ട് പോകാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ അലീനനെ കൊണ്ട് കിച്ചണിലേക്ക് വരികയാണ്. അങ്ങനെ കിച്ചണിൽ ചെന്നിട്ട് കിച്ചണിൻ്റെ ഡോർ തുറക്കുമ്പോഴും അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലാവാണ് ബാലേന്ദ്രനാണ് ചെയ്തതെന്ന്. അപ്പോൾ നിനക്കിതിൽ യാതൊരു അറിവില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് മാഡം ഇതൊക്കെ പൂട്ടിയിടുന്നത്, ഞാനത് കൊച്ചു കുട്ടി എങ്ങാനാണ് ചോദിക്കണേ. അപ്പോൾ ബാലേന്ദ്രനെ ഇത് ചെയ്തത് നീ പോയി ചോദിക്കാൻ പറയുന്നുണ്ട് അലീനോട്. അങ്ങനെ നേരെ രാജീവന് ഫോൺ വിളിച്ച് പറയുകയാണ് ബാലേന്ദ്രൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തിനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, അവളെ പറഞ്ഞയച്ചിട്ട് അവളോട് ചോദിക്കാൻ പറയാണ്, അല്ലെങ്കിൽ നീ ചോദിക്കാൻ പറയും. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ താക്കോൽ വരില്ല, എന്നാൽ പിന്നെ അവളെ തന്നെ പറഞ്ഞയക്കാൻ പറയുകയാണേ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നോട് വിളിച്ച് പറയാം. അങ്ങനെ രാജീവൻ മനുവിനോട് പറയുകയാണേ, അതെ വാതിൽ തുറന്നില്ലെങ്കിലേ JCB ഉണ്ടെന്ന് പൊളിക്കുമെന്ന് പറയുമ്പോൾ മനു പറയുന്നതൊന്നും നടക്കുന്ന കേസല്ല കൊച്ചാന്ന് പറയുന്നുണ്ട്, നീ നോക്കിക്കോ, ഞാൻ നടത്തിയിരിക്കും, അവളെ ഞാനിന്ന് പറപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലിനോട് നിർബന്ധമായിട്ട് പറയാണ് പോയിട്ട് താക്കോൽ മേടിക്കാൻ. അലിനെ കുറേ ഇല്ലയെന്ന് പറയുമെങ്കിലോട് നിർബന്ധിച്ച് പറഞ്ഞയക്കാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വേണമെന്ന് പറയുമ്പോൾ ഞാനിവിടുത്തെ ജോലി അവസാനിപ്പിച്ച് പോവുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, മേഡത്തിനും സാറിൻ്റെ മക്കൾക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും ഇഷ്ടം അതാണെന്ന് പറയും. മുത്തശ്ശി എന്ന് പറയുന്നത് കൊല്ലപ്പള്ളി വീട്ടിലെ അംഗമാണ്, അല്ലാണ്ട് ഈ വീട്ടിലെ ആളല്ല. അവിടെ കമലടത്തിൻ്റെ ആട്ടും തൂക്കും കേട്ട് അവിടെ കഴിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് ചെല്ലിനും കൊടുത്ത് വളർത്താം. അതായത് ഇവിടുത്തെ അഗതിയാണ് ആ മുത്തശ്ശി. അവർക്ക് എന്ത് അധികാരം നിന്നോട് പോകാൻ പറയാനായിട്ട്. അപ്പോൾ മേഡത്തിൻ്റെ ആങ്ങളെയും പറഞ്ഞു. അപ്പോൾ മേഡത്തിൻ്റെ ആങ്ങളെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇതേ ബാലേന്ദ്രൻ പണിത വീടാണ്, ബാലേന്ദ്രൻ കരം കൊടുക്കുന്ന വീട്, ബാലേന്ദ്രൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ബാലേന്ദ്രൻ്റെ മക്കള്, ബാലേന്ദ്രൻ സൃഷ്ടിച്ച മക്കള്. അപ്പോൾ പിന്നെ വേറെ പുറത്തുനിന്ന് ഒരാളും ഇതിൻ്റെ അഭിപ്രായം പറയണ്ടില്ല. ആ പട്ടിക്ക് ആരാ അധികാരം കൊടുത്തത് നിന്നോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറയാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയും, ദയവ് ചെയ്ത് നിങ്ങളുടെ വഴക്കിനും വടംവലിക്കിടയിൽ എന്നെ കൊടുക്കരുത്, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറയാൻ കേട്ടോ. ഇനി ഞാൻ പോയ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയുമ്പോൾ നീ പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരും എന്നുണ്ടെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞിട്ട് ആ താക്കോലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും മേടിച്ച് പോകുന്ന സമയത്താണ് ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നത്. കണ്ടിട്ട് അലീന പൊട്ടിക്കരയെന്ന് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അങ്ങനെ അലീന ആ താക്കോലും കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ താക്കോല് അലീനല്ല വൈജയന്തിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് മാഡം, ഞാൻ മാഡത്തിൻ്റെ കാല് പിടിക്കുക, എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. കാരണം അലീന അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം തകരും. അപ്പോൾ വൈജയന്തി പറയുകയാണ്, എടി നീ അഭിനയിക്കുകയാണോ, നിന്നെ ഞാനിവിടുന്ന് പറഞ്ഞയക്കും, ഒരു നിമിഷം പോലും നിന്നെ ഞാനിവിടെ നിർത്തൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് വൈജയന്തി തല്ലാനായിട്ട് കൈ ഓങ്ങാണ് കേട്ടോ. നിന്നെ ഞാൻ പറഞ്ഞിട്ട് കൈ ഓങ്ങുന്ന വഴിക്ക് മുകളിൽ നിന്നിട്ട് ബാലേന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ് കേട്ടോ, അവളെ തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ആരാണെന്ന് നീ അറിയുമെന്ന് പറയുകയാണേ. അന്നേരം വൈജയന്തി പറയും, എൻ്റെ പേര് വൈജയന്തി എന്നാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദിവസം തന്നെ ഞാൻ ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിരിക്കും എന്ന് പറയാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്ക് ഇട്ടോളാൻ പറയും. നിൻ്റെ പേര് ഞാൻ കൊല്ലപ്പള്ളിയിലെ പട്ടിക്ക് ഇട്ട് കൊടുക്കുള്ളൂ, അല്ലാണ്ട് നീ ഇവിടെ അഭ്യാസം ഇറക്കണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ കർശനായിട്ട് തന്നെ പറയുകയാണ്, അലീനെ അവിടുന്ന് പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന്. അലീനയാണെന്നുണ്ടെങ്കിലും പോകാൻ കൂട്ടാക്കുന്നില്ല, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് മേഡം, ഞാൻ മേഡത്തിൻ്റെ കാല് പിടിക്കാം, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി രാജീവന് വിളിക്കുകയാണ്. താക്കോല് കിട്ടി, വാതിലും തുറന്നു. പിന്നെന്താ പ്രശ്നം, പക്ഷെ അവള് പോകുന്നില്ല. എന്താ കാര്യം ചോദിക്കുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ അവളെ പറഞ്ഞയക്കുന്നില്ല, അവൾ പോകുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്ന് രാജീവൻ പറയണം. എന്നിട്ട് രാജീവൻ മനുവിനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ ഇത് ഒരു നടക്ക് പോകൂല, എന്തായാലും അലീന പോയിട്ടില്ല, അലീന പോകാൻ സമ്മതിക്കുന്നുമില്ല എന്ന് മനുവിനോട് പറയാൻ കേട്ടോ. അങ്ങനെ രാജീവൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു ഭാഗം കൂടെ പ്രമോല് കാണിക്കുന്നുണ്ട്.